ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്നൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന 2 ചേരുവകളാണ് ഈ പുഡിങ്ങിന് വേണ്ടത്: പാലും ബ്രെഡും. അതെന്തായാലും വീട്ടിലുണ്ടാവില്ലേ? അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. 2 കപ്പ് പാൽ, 250 2 കപ്പ് പാൽ, 1/2 ലിറ്റർ പാല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2 മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. പാൽ ചൂടാകുമ്പോൾ മുട്ട വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ പാൽ കട്ടക്കിട്ടു. പിന്നെ അതിന് ശേഷം ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്കി മേഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് മതി. പഞ്ചസാര ആയതുകൊണ്ട് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഒഴിച്ചുകൊണ്ട് മുട്ടൻ്റെ രുചിയൊന്നും ഉണ്ടാവില്ല പക്ഷെങ്കിൽ, എന്നാലും കുറച്ചധികം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാലൊന്ന് തിളക്കുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് പിന്നെ കോൺഫ്ലോർ, ആ പാൽ 1/2 ലിറ്റർ പാലിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചെടുത്ത് കലക്കിയതാണ് കേട്ടോ. അത് നല്ലോണം ഇളക്കി പാലിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ തന്നെ അപ്പടും തന്നെ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് വരും. 1 മിനിറ്റ് ഒന്ന് തിളക്കുമ്പോഴൊക്കെ തന്നെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. പിന്നെ പുഡിങ് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ബ്രെഡ് വെച്ചെടുക്കുന്നുണ്ട്. പാലിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ചെടുക്കുക. ചൂടോട് കൂടി തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഹൈ ക്രീമി ആയിട്ടുള്ള ഈ പാലിൻ്റെ മിക്സിൻ്റെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ബ്രെഡിൻ്റെ ഉൾഭാഗത്ത്, അതായത് ബ്രെഡ് നമ്മൾ നിറച്ച് വെച്ചില്ല, അതിൻ്റെ ഉൾഭാഗത്ത് അടിഭാഗത്തൊക്കെ എത്തുന്ന വിധത്തിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കുറച്ചധികം തന്നെ ഒഴിച്ചിട്ട് ഇതിനെക്കൊണ്ട് നല്ലോണം ഒന്ന് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് തട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിട്ട് ബദാമും പെറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ള നടിച്ച് അതിട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാനിതിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് കുങ്കുമം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, അറബിക്ക് പുഡിങ് എന്നെല്ലാം പറയുന്നില്ലേ? ഗൾഫ് കൺട്രിയിൽ ഏറ്റവും കൂടുതൽ പാർട്ടികളിലൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ അതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അങ്ങനെ അത് വെച്ചതിന് ശേഷം ഞാൻ 2ാമത്തെ ലെയറും ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന നമ്മൾ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് എല്ലായിടത്തും ആകുന്ന വിധത്തിൽ തട്ടിക്കൊടുക്കുക. ആകെ ഒരു 5-10 മിനിറ്റ് അത്രയേ ഈ പുഡിങ് ഉണ്ടാക്കേണ്ട ടൈം വേണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പിന്നെയും ഉണ്ടാക്കി കഴിക്കും. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ മധുരമായാലും എന്തായാലും അധികം ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നുമല്ല. എന്നാലും ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ, ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കാനും വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. ആ ബ്രെഡിലേക്ക് ആ ചൂട് പാലിൻ്റെ മിക്സ് ഒഴിച്ചുകൊണ്ട് ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായിട്ട് വാലിട്ടാൽ അലിഞ്ഞ് പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.